കോൺഗ്രസിന്റെ പ്രതിനിധി ജോജി കെ അലക്സിലേക്കാണ്. ജോജി കെ അലക്സ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു ഡീൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ വളരെ കൃത്യമായി, തെരഞ്ഞെടുപ്പിന് മുൻപും വളരെ കൃത്യമായി ഉണ്ടാകാറുണ്ട്. അത് BJP ജയിക്കും എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള, BJP ഭരിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് കോൺഗ്രസും CPM-ഉം തമ്മിൽ ഡീൽ ഉണ്ടാക്കുന്നത് നമ്മുടെ മുന്നിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, അയിരൂർ പഞ്ചായത്ത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. BJP വലിയ പാർട്ടിയായ അയിരൂർ പഞ്ചായത്തിൽ അവിടെ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു. എന്തിനെന്നറിയാമോ? BJP അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് 2020 നടന്ന തിരുവൻവണ്ടൂരിൽ നടന്ന സംഭവമാണ്. NDA അവിടെ 5 സീറ്റിൽ ജയിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. ഉടനെ CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിച്ചു BJP-യെ അകറ്റി നിർത്താൻ വേണ്ടി. നേമത്തെ കാഴ്ചകൾ നമുക്കറിയാം. 2006 50.7% വോട്ടുണ്ടായിരുന്ന നേമത്ത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് എത്ര ശതമാനത്തിലേക്ക് താഴ്ന്നു എന്നുള്ള കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. 2011 17.38% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറയുകയാണ്. 2016 9.7% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കുറയുകയാണ്. നിങ്ങളുടെ വോട്ടുകളൊക്കെ എവിടെ പോയി? 50% കോൺഗ്രസ് വോട്ടുകൾ പിന്നീട് വർഷങ്ങൾ ഇങ്ങോട്ട് പിന്നിടുന്നു. BJP എവിടെ? വലിയ ശക്തിയായി നിയമമണ്ഡലത്തിൽ ഉയരുന്നു. അപ്പോൾ BJP-യെ തടുക്കാൻ ഇതുവരെ നിങ്ങൾ പയറ്റിയ തന്ത്രം വളരെ കൃത്യമല്ലേ അത്? മാഡം, കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും വീരങ്കി ഉപയോഗിക്കോ? നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തോ BJP കൊതുകായിരുന്നെങ്കിൽ, BJP കൊതുകാണെങ്കിൽ 2006 50% വോട്ടുണ്ടായിരുന്നത് 2016 എത്തുമ്പോൾ 9.7% വോട്ടായി കോൺഗ്രസിന് എങ്ങനെയാണ് കുറയുന്നത്? 10% താഴെ നിങ്ങളുടെ വോട്ട് വിഹിതം എങ്ങനെ കുറയും? ആ വോട്ട് എവിടെ പോയി എന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങൾ ഈ ചർച്ച നടത്തുമ്പോ ഞാൻ മിണ്ടാതിരിക്കുന്നത് മാന്യമായ ഒരു ചർച്ച ആയിക്കോട്ടെ എന്ന നിലയിലാണ്. ആര് വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത് കേട്ടുപിടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇടപെടരുത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ശ്രമിക്കുന്ന എന്താ? നിങ്ങൾ എന്തോ വലിയ സംഭവം. നിങ്ങൾ എന്താ ഈ കേരളത്തിൽ? നിങ്ങൾക്ക് 20% വോട്ട് ഈ കേരളത്തിലുണ്ടോ? നിങ്ങൾ എന്ത് മലമറിക്കും എന്നാ പറയുന്നത്? നിങ്ങളെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം NDA ആയാൽ പോലും കേരളത്തിൽ ഒന്നല്ല. നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ MLA കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പോസ്റ്റാണല്ലോ ജില്ലാ പഞ്ചായത്ത്. നിങ്ങൾക്ക് എത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്? നിങ്ങൾക്ക് എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? 1-2 മുനിസിപ്പാലിറ്റി ഉണ്ട്, തൃപ്പൂണിത്തറയും പാലക്കാടും. നിങ്ങൾ എന്ത് മലമറിക്കുന്ന പറയുന്നത്? അപ്പൊ BJP എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉമായി ഒരു അലയൻസ് ഉണ്ടാക്കേണ്ട അവസ്ഥയും ഞങ്ങൾക്കില്ല. ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയാം. ഈ കേരളത്തിൽ BJP-യുമായും RSS-ഉമായും ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച നടത്തിയിട്ടുള്ള നിങ്ങളല്ലേ? ഞാൻ നന്ദുവിനോട് ഒരു കാര്യം ചോദിക്കുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു രഹസ്യ ചർച്ച നടത്തിയല്ലോ. പിണറായി വിജയനും കോടിയേരിയും ഒരു സൈഡിലും, അപ്പുറത്ത് മിസ്റ്റർ എമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളും അന്ന് പത്രക്കാരോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ആട്ടിവിട്ടല്ലോ. എന്തായിരുന്നു ആ ചർച്ച? ഞങ്ങൾ കൃത്യമായി പറയാം. പിന്നീട് RSS-ന്റെ നേതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ധാരണ എന്താ? തിരുവനന്തപുരത്ത് സർക്കാരിന്റെ ഭൂമി കുറച്ച് RSS-ന് സൗജന്യമായി വേണം. ഈ പിണറായി വിജയൻ പതിച്ചു കൊടുത്തില്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ നിങ്ങളുടെ ആവശ്യം, RSS-ന്റെ ആവശ്യം, സംസ്ഥാനത്ത് പോലീസിന്റെ തലപ്പത്ത് BJP-യുടെ അനുഭാവം പുലർത്തുന്നവർ വേണമെന്നാണ്. ലോകനാഥ ബെഹ്റ എങ്ങനെയാണ് കേരളത്തിന്റെ DGP ആയത്? ഗുജറാത്ത് കലാപം നടക്കുമ്പോ അവിടുത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥനായ ബെഹ്റ ഈ കേരളത്തിൽ വന്നത് BJP-യുടെ താല്പര്യമായിരുന്നില്ലേ? അവിടെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു കരാറാണ് കണ്ണൂരിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിർത്താമെന്ന്. സ്വിച്ചിട്ടൽ പോലെ നിർത്തിയില്ലേ? 5 കൊല്ലക്കാലത്തിനിടയിൽ കണ്ണൂര് ഈ BJP-യും അതേപോലെ തന്നെ CPM-ഉം തമ്മിൽ സംഘടന ഉണ്ടായോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? ആ ചർച്ചയിലൂടെ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വന്നെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് എടുത്തൂടെ?
തീർച്ചയായിട്ടും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണെങ്കിലും കണ്ണൂരിൽ പാവപ്പെട്ട കുറെ RSSകാരന്റെയും CPM-കാരന്റെയും കഴുത്തിന്റെ മേലെ തലയുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളാണ് കച്ചവടക്കാർ. ഞാൻ പറയട്ടെ, ആ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എന്തായാലും ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇത്തവണ നേമത്ത് നിങ്ങളുടെ യഥാർത്ഥ വോട്ട് വിഹിതം എത്രയാണോ അത് അത്രയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെ കൊടുക്കുമോ, അതോ ജയസാധ്യത നോക്കി അവിടെ ആരാണോ ജയിക്കാൻ പോകുന്നത്? ഇപ്പോൾ ശിവൻകുട്ടി ജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ വോട്ട് അങ്ങോട്ട് കമത്തുമോ? നിങ്ങള് പണ്ട് ചെറിയ ക്ലാസ്സിൽ നമ്മള് നെയ്യപ്പം വായിൽ കൊത്തിപ്പിടിച്ച കാക്കയോട് ഒരു നല്ല പാട്ട് പാടുമോ എന്ന് ചോദിച്ച കുറുക്കന്റെ ബുദ്ധിയങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താ? അവിടെ കോൺഗ്രസ് നിന്ന് പരമാവധി വോട്ട് പിടിക്കണം. അവിടെ BJPക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് എന്താ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ദുർബല സ്ഥാനാർത്ഥിയായി പോയി. കോൺഗ്രസ് അല്ല മത്സരിച്ചത്, ഘടകകക്ഷിയാണ്. അന്ന് UDFന്റെ കുറച്ച് വോട്ട് ചോർന്നുപോയി. പിറ്റേ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഞങ്ങളുടെ ആദരണീയനായ നേതാവ് ശ്രീ K മുരളീധരനെ അവിടെ നിർത്തി കോൺഗ്രസിന്റെ മുഴുവൻ വോട്ടും പെട്ടിയിൽ വാങ്ങി. BJPക്കാരനെ ഇത് ചൂണ്ടിക്കാണിച്ച് ഇടക്കിടക്ക് CPM പറയാറുണ്ട് BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിയെന്ന്. BJPയുടെ അക്കൗണ്ട് പൂട്ടിയത് CPM-കാരനല്ല. ഇന്നിതാ നിങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വട്ടിയൂർക്കാവിൽ ഞങ്ങളുടെ നേതാവിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. നേമത്ത് ഞങ്ങൾ ശബരിനാഥനെ നിർത്തിയിരിക്കുന്നു. BJP എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേവലം കേരളത്തിലെ മാത്രം ഒരു ശത്രുവല്ല. ഇന്ത്യ മഹാരാജ്യത്ത് മതേതര ഇന്ത്യയിൽ ഞാൻ സന്ദർഭോചിതമായി ഒരു കാര്യം ചോദിക്കട്ടെ, 140 സീറ്റുള്ള കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ? നിങ്ങളെ മതേതരത്വം പറയുന്നുണ്ടല്ലോ. കോൺഗ്രസിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഹിന്ദുവിനെയും ഇവിടുത്തെ മുസ്ലിമിനെയും ഇവിടുത്തെ ക്രിസ്ത്യാനിയെയും എല്ലാവരെയും കൂട്ടുപിടിച്ച് നാനത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ പൈതൃകം മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുമ്പോ നിങ്ങൾക്ക് വലിയ ബേജാറാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് പരമാവധി മുസ്ലിം സഹോദരങ്ങളെ, പരമാവധി ക്രൈസ്തവ സഹോദരങ്ങളെ തള്ളി മാറ്റണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നരേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ തോൽപ്പിക്കാൻ ഇതാ കോൺഗ്രസും CPM-ഉം ഒന്നിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും ബീരങ്കി ഉപയോഗിക്കോ?